ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 വർഷത്തെ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടും. ജസ്റ്റ് പോയി നോക്കുക. എല്ലാവരും റെഫർ ചെയ്യുക. നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പോയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പ്രവർത്തനം 1 വർണ്ണനയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം നോക്കാം. പി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്. പൂക്കൾ ഭൂമിയുടെ മക്കളാണ്. ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൂമ്പാരമാണ് ഭൂമി. ചെടികളും പൂക്കളും പുഴകളും ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ്. ഓക്കെ, പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അപ്പം അത് ഇതേ രീതിയിൽ വേണം ഒരു വർണ്ണനയായിട്ട് എഴുതി തയ്യാറാക്കാൻ. പ്രവർത്തനം 2 വിവരണം. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തെ നിങ്ങൾ വീട്ടിലെയോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിലോ കണ്ട പൂന്തോട്ടത്തെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരിക്കൽ ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ കാറിലാണ് പോയിരുന്നത്. അട്ടപ്പാടി മലകളിലെ ചുരം കടന്ന് കാട്ടിലൂടെ പോയി. പോകും വഴിയിൽ കുരങ്ങിനെ പോലെയുള്ള ചില മൃഗങ്ങളെയും കണ്ടു. മല കയറി മുക്കാലി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞപ്പോൾ അവിടെ കുക്കുപടി എന്ന ഒരു സ്ഥലമുണ്ട്. പെട്ടെന്ന് ഡ്രൈവർ വാഹനം നിർത്തി. ഞങ്ങൾ എല്ലാവരോടും ഇടതുവശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു പ്രദേശം മുഴുവൻ ഫുട്ബോൾ ലില്ലി പോലെയുള്ള ഒരു ചെടി പൂത്തു നിൽക്കുന്നു. മനോഹരമായ ഒരു കാഴ്ച. ഇലയൊന്നുമില്ലാത്ത ഒരു തണ്ടിൽ നിന്നും നിറയെ പൂക്കൾ. ഒരു പ്രദേശം മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ഞങ്ങൾ വാഹനം നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോകൾ എടുത്തു. ആ ചെടിയുടെ ഏപ്രിൽ ലില്ലി എന്നാണ് പേര്. ഏപ്രിൽ മാസം പുതുമഴ കിട്ടുമ്പോഴാണ് ആ പൂക്കൾ വിരിയുന്നത്. വേനൽക്കാലത്ത് തണ്ടും ഇലയും ഉണങ്ങിപ്പോയി സബോളയുടെ ആകൃതിയിലുള്ള ഒരു കിഴങ്ങ് മണ്ണിനടിയിൽ കിടക്കും. ഏപ്രിൽ മാസം പുതുമഴ കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു തണ്ട് ഉയർന്നു വന്ന് നിറയെ പൂക്കളായി നിൽക്കും. ഒരാഴ്ചയോളം അതിൽ പൂക്കൾ വിരിയും. അവിടെ നിൽക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഒരിക്കലും മറക്കാത്ത മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കണ്ട ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തെ കുറിച്ചിട്ട് ഒരു ജസ്റ്റ് വർണ്ണനയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ബി ചോദ്യം. ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഡാലിയ, മുക്കുറ്റി, ഓർക്കിഡ്. ഇതിലേതാണ് നാട്ടുപൂവ്? മുക്കുറ്റിയാണ്. ഉത്തരം മുക്കുറ്റി. പ്രവർത്തനം 3 പി മധുസൂദനൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറയാറുണ്ട്. കഴിഞ്ഞ വർഷം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രശസ്ത സാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. ലളിതമായ ആഖ്യാനങ്ങളിലൂടെ സാധാരണ പ്രകൃതിപാഠങ്ങൾ മുതൽ ആപേക്ഷികത പോലെ വലിയ ശാസ്ത്രതത്വങ്ങൾ വരെ കവിതയിലൂടെ സന്നിവേശിപ്പിച്ച കവിയാണ് പി മധുസൂദനൻ. വളയഞ്ചിറങ്ങര അരിമ്പാശ്ശേരി വീട്ടിൽ KP പടയനായരുടെയും ശാന്തയുടെയും മകനാണ്. കുട്ടികളെ ശാസ്ത്രബോധം വളർത്താൻ ഒതുങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ. അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ മറ്റു നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഗ്രന്ഥശാല സംഘം, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സൂചന തരും. ആ സൂചനയും നിങ്ങൾക്ക് അറിയുന്നതും വെച്ചിട്ടാണ് നിങ്ങൾ ഒരാളെ കുറിച്ച് ജീവചരിത്ര കുറിപ്പ് എഴുതേണ്ടത്. എഴുതുമ്പോൾ അയാളുടെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്ത പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. എത്ര കിളിയുടെ പാട്ടറിയാം? പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം? എത്ര മരത്തിൻ തണലറിയാം? എത്ര പുഴയുടെ കുളിരറിയാം? എത്ര പഴത്തിൻ രുചി അറിയാം? എത്ര പൂവിൻ മണമറിയാം? അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ബാക്കി. പി മധുസൂദനൻ എഴുതിയത് തന്നെയാണ്. കവിതാഭാഗത്തിൻ്റെ ആശയം വായിച്ചു മനസ്സിലാക്കിയില്ലേ? ആസ്വാദനം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഇവിടെ എന്തൊക്കെയാണ്? എത്ര കിളിയുടെ പാട്ടറിയാം അത് പറഞ്ഞു നോക്കുക. അതുപോലെ എത്ര മരത്തിൻ്റെ തണലറിയാം, എത്ര
പുഴയുടെ കുളിരറിയാം, പഴത്തിൻ്റെ രുചി അറിയാം, പൂവിൻ്റെ മണം അറിയാം. ഇതൊക്കെ അറിഞ്ഞിടുമ്പോൾ നമുക്കറിയാം നമുക്കൊരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യവും അറിയില്ല എന്നുള്ള ബോധം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആസ്വാദനത്തിൽ എഴുതേണ്ടത്. പി മധുസൂദനൻ എഴുതിയ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിത വായിച്ചു. നല്ല രസമുള്ള ഒരു കവിതയാണ്. മരത്തിൻ്റെയും കിളിയുടെയും പൂക്കളുടെയും പേരുകളെല്ലാം നമുക്കറിയാം. എന്നാൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ മേൽപോട്ട് നോക്കും. നമ്മുടെ നാട്ടിലെ കിളികളും മരങ്ങളും പൂക്കളും തിരിച്ചറിയാനുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് ഈ കവിതയുടെ ആശയം. നല്ല ഈണത്തിലും താളത്തിലും വായിക്കാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് കവിത രചിച്ചിട്ടുള്ളത്. എത്ര കിളിയുടെ പാട്ടറിയാം എന്ന വരികൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പുഴയുടെ കുളിരി എന്ന പദച്ചേർച്ചയും മനോഹരമായിട്ടുണ്ട്. പലതും അറിയാമെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഇനിയും ഒത്തിരി അറിയാനുണ്ട് എന്ന തിരിച്ചറിവ് ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്നു. അടുത്ത പ്രവർത്തനം 5 ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഡെയ്സി ചെടി എന്നുള്ള ആ പാഠഭാഗത്തിൽ അല്ലേ പറഞ്ഞിട്ടുള്ളതാണ്. കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത്. വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡെയ്സി പൂവിനോടാണ് അങ്ങനെ പറഞ്ഞത്. സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. പകരം പുത്തഗിരിയോടൊപ്പം കൂട്ടിലെത്തിയ പൂവും മാത്രമായി. കൂട്ടിന് ഒരു നാം എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി പറയുന്നു. ഒരിക്കലും പഴയതുപോലെ ആകാശത്ത് സ്വതന്ത്രമായി പാറിപ്പറക്കാൻ ആവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാനാവില്ലെന്ന് മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടുത്ത പ്രവർത്തനം മാറി കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡെയ്സി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെയ്സി ചെടി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പൂന്തോട്ടത്തിനരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കളും ശ്രദ്ധിച്ചിരുന്നില്ല. ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും നല്ല നിറമില്ലാത്തതുകൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഒരു വാനമ്പാടി എൻ്റെ അരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം ഞാൻ മാറിയത്. പക്ഷെ എൻ്റെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. 2 കുട്ടികൾ ആ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു. അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടി എടുത്തു കൊണ്ടുപോയി. അവർ ഞങ്ങളുടെ 2 പേരുടെയും സങ്കടങ്ങൾ അറിഞ്ഞില്ല. ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല. വാനമ്പാടി ചത്തുപോയി. എന്നെ എടുത്ത് അവർ ദൂരേക്ക് എറിയുകയും ചെയ്തു. ഭൂമിയിലെ എൻ്റെ ഈ ജീവിതം അവസാനിച്ചെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഡെയ്സി ചെടിക്ക് എന്തൊക്കെയാണോ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ മോഡൽ പേപ്പറായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.